ഒന്നൂടെ ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ചൈനയുടെ റോബോട്ട് തങ്ങളുണ്ടാക്കിയതാണെന്ന് വീരവാദം മുഴക്കി എയറിൽ പോയ AI സമ്മിറ്റിൽ തെർമോകോൾ കൊണ്ട് ഡ്രോൺ ഉണ്ടാക്കിക്കൊണ്ടുതന്ന ഗൾക്കോട്ടിയ യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ വീരകൃത്യങ്ങൾ അറിഞ്ഞത്. 2024 ഇലക്ഷനു മുൻപ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോക്കെതിരെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തിരുന്നു. എന്തിനാണ് സമരം? അത് ചോദിച്ചാൽ കിടന്നുരുളും. കാരണങ്ങൾ സ്ഥിരം ഇവിടുത്തെ സംഘികൾ പറയുന്ന ഐറ്റംസ് തന്നെ. അതിലൊരു പ്ലക്കാർഡിൽ നോ വോട്ട് ഫോർ അർബൻ നക്സൽസ് എന്നായിരുന്നു. ആജ് തക്കിന്റെ റിപ്പോർട്ടർ അത് വായിക്കാൻ പറഞ്ഞപ്പോ നോക്കിയിട്ട് വായിച്ചത് അർബൻ മാക്സ്വെൽ എന്ന്. ചിലർക്കെങ്കിലും ഓർമ്മ കാണും, അത് ഈ സെയിം കോളേജിലെ വിദ്യാർത്ഥികളാണ്. അതുപോലെ റൈറ്റ് വിങ്ങിന്റെ ചാണകം കൊണ്ടുള്ള സയൻസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നും ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇതേ കോളേജ് നമ്മുടെ മോദിജിയുടെ ബാൽ നരേന്ദ്ര കഥകൾ, മറ്റേ മുതലയൊക്കെ തൂക്കിയെറിയുന്നതില്ലേ, ആ കോമിക്സ് എക്സിബിഷൻ വരെ നടത്തിയിട്ടുണ്ട്. വെറുതെയാണോ പുരസ്കാരമൊക്കെ വാരിക്കോരി കൊടുത്തത്? ഇതിനെല്ലാം പുറമെ ചൈനയുടെ റോബോട്ട് ഞങ്ങളുണ്ടാക്കിയതാണെന്ന് തള്ളിയ ആ പ്രൊഫസർ, അവർ AI വിഭാഗത്തിലെ അധ്യാപികയാണോ? അല്ല, അവർ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസർ മാത്രമാണ്. അവരാണ് ഞങ്ങൾ 350 കോടി രൂപയുടെ സാമാനമുണ്ടാക്കിയെന്നൊക്കെ തള്ളിയത്. അപ്പോ AI എന്നും പറഞ്ഞ് ഇവർക്ക് വാരിക്കോരിക്കൊടുക്കുന്ന ഫണ്ടൊക്കെ എവിടെ പോകുന്നു എന്ന് ആരെങ്കിലും അന്വേഷിക്കോ? അതില്ല. ഇന്നലെ സമ്മിറ്റിലുണ്ടായിരുന്ന ഒരാൾ ഇവരുടെ ഡ്രോൺ എടുത്തിട്ട് പറഞ്ഞതുപോലെ, ഇതെന്റെ വീട്ടിലെ കുഞ്ഞിനു കൊണ്ടുകൊടുത്താൽ അവൻ ചോദിക്കും, ഇതെന്ത് തേങ്ങയാണച്ചാ എന്ന്.